ഹലോ. ഇന്ന് രാവിലെ തന്നെ കുറച്ച് പരിപാടിയിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾക്ക് കുറച്ച് കക്ക കിട്ടി. നമ്മളിവിടെ മീൻ കൊണ്ടുവന്ന ചേട്ടൻ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വലിയ കക്കയായിരുന്നു. അപ്പോൾ ഞാനും ലക്ഷ്മിയും കൊണ്ട് അതിൻ്റെ പണി തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ചാള ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ക്ലീൻ ചെയ്ത് അമ്മയും വന്നിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി തച്ചിനിരുന്ന് ചെയ്യാണ്. പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാം കേട്ടോ. വല്ലാത്തൊരു ക്ഷീണം. അടുത്തതിന് കക്കയുടെ പണിയാണ് കേട്ടോ. കക്ക റോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ അതിന് വേണ്ടിയുള്ള വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. ലക്ഷ്മി സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും എല്ലാം എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കക്ക നമ്മൾ ഓൾറെഡി അത് വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പണിയൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ അതേ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ കുരുകുരുവെന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ അവിടെ മീൻ വറുക്കാനുള്ള ഒരു പണിയിലാണ് കേട്ടോ. എനിക്കിത് ആദ്യമൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഉണ്ടാക്കിയാലും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് എനിക്ക് കൂടുതൽ കഴിക്കണമെന്ന് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയ പിന്നെ 2 പ്രാവശ്യമാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. ഈ 2 പ്രാവശ്യം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടോ. ഈ സമയത്ത് ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ മാറി മറി കേട്ടോ. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ അധികം മധുരമൊന്നും കഴിക്കുന്നില്ല. എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല. ഈ കക്ക നേരെയാക്കി കഴിഞ്ഞാൽ ഞാൻ പോയി ഒന്ന് കുളിച്ചു കേട്ടോ. എന്നിട്ടാണ് ബാക്കി പണികൾ. അപ്പോൾ അതേ കക്ക റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടു. പിന്നെ അതേ സവാള ഇട്ടു, കറിവേപ്പില ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണേ. ലക്ഷ്മി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയൊക്കെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതൊക്കെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലാണല്ലോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതിനിടയ്ക്ക് ലക്ഷ്മി രഞ്ജുവിന് വേണ്ടി കട്ടൻ ചായ ഉണ്ടാക്കി. അത് കണ്ടപ്പോൾ എനിക്കും കുടിക്കണമെന്ന് തോന്നി. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് ഞാനും കുടിച്ചു കേട്ടോ. സാധാരണ ഞാൻ കട്ടൻ ചായ കുടിക്കാത്ത ഒരാളാണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് എന്തൊരു കൊതി തോന്നി കട്ടൻ ചായ കുടിക്കാനായിട്ട്. അങ്ങനെ സവാള വഴറ്റി ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ വേവിച്ച് വെച്ച കക്ക അതിലേക്ക് ഇട്ടൊന്ന് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട തുണിയൊക്കെ ആയിട്ടോ. അപ്പോൾ വെയിൽ ഉള്ള സമയത്ത് തന്നെ ഞാനതൊന്ന് അടിയിലേക്ക് ഇടാണ്. ബെഡ്ഷീറ്റും അല്ലാത്ത ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി വെയിലത്തേക്ക് ഇടാണ് കേട്ടോ. ബാക്കി പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഓരോന്നോരോന്നായിട്ട് തോരയിട്ടു കേട്ടോ. കാരണം എൻ്റെ യൂണിഫോമും സോക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ തോരയിട്ടു. അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാനുള്ള സമയം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് പുളിശ്ശേരി, കക്ക ഇറച്ചി റോസ്റ്റ്, പിന്നെ അച്ചാർ, ഉണക്കമീൻ, പിന്നെ ഒരു പപ്പടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.